നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യുക്രൈൻ യുദ്ധമുഖത്തേക്ക് പോകാൻ എനിക്കൊരു അവസരം ലഭിച്ചു. 24 ന്യൂസിന് വേണ്ടി യുദ്ധമുഖത്ത് പോയി കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. ഇവിടെ നിന്നും നേരെ സ്വിറ്റ്സർലൻഡ്, അവിടെ നിന്നും ഹംഗറിയിൽ നിന്നും പിന്നീടുള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത്. സിസ്റ്റർ ലിജി ആയിരുന്നു എൻ്റെ അവിടുത്തെ വഴികാട്ടി. ഏതാണ്ട് 350 കിലോമീറ്ററോളം ഹംഗറി എയർപോർട്ടിൽ നിന്ന് മുക്കാച്ചുവോ എന്ന ആ അതിർത്തി പ്രദേശത്തിലേക്ക് പോയി. മുക്കാച്ചുവോ എന്ന് പറയുന്ന ചെറിയ പട്ടണം യുക്രൈനിലാണ്. അതിൻ്റെ അതിർത്തിയിൽ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ കാണുന്നത് പോലെയുള്ള ചെറിയൊരു ബോർഡറാണത്. പ്രത്യേകിച്ചും യുദ്ധം വന്നപ്പോൾ അവിടെ യുക്രൈനിൽ നിന്നുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് വിടാത്ത ഒരു സംവിധാനമായിരുന്നു ഉള്ളത്. തിരിച്ചങ്ങോട്ട് കയറുന്നതും ഇന്ത്യക്കാരായ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ചില നയങ്ങളും അതുപോലെയുള്ള ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇന്ത്യക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്ന ഒരു സമയം. യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് രാത്രി ഏകദേശം 11 മണിയോടെ ഞാൻ ആ ബോർഡറിലെത്തുന്നത്. ഏതാണ്ട് ശരീരം തുളച്ചു കയറുന്ന തണുപ്പ്. ആ തണുപ്പിൽ 4 മണിക്കൂറോളം ആ ബോർഡറിലുള്ള പട്ടാള ക്യാമ്പിൽ ഇരിക്കുന്നു. ആ ക്യാമ്പിൽ നിന്ന് എൻ്റെ പെർമിഷൻ, അവിടെ മിലിറ്ററിയുടെ പെർമിഷൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കയറിപ്പോയത്. അങ്ങനെ അവർ കൺഫർമേഷൻ വാങ്ങുന്നു. തലസ്ഥാനമായ കീവിൽ നിന്നും കൺഫർമേഷൻ വന്നതിന് ശേഷം എന്നെ അവിടുന്ന് വീണ്ടും കടത്തിവിട്ട് നേരെ പോകുന്നത് സിസ്റ്റർ ലിജിയുടെ ആശ്രമത്തിലേക്കാണ്. സിസ്റ്റർ ലിജി യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 10,000-ലധികം വിദ്യാർത്ഥികളെ, ഇന്ത്യൻ വിദ്യാർത്ഥികളെ, അതേപോലെ ശ്രീലങ്ക, മറ്റ് രാജ്യങ്ങളിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ യുക്രൈനിൽ നിന്നും സുരക്ഷിതരായി കടത്തിവിട്ട ധീരയായ ഒരു സിസ്റ്ററാണ്. അവിടെ ഒരു ആശ്രമമുണ്ട്. സിസ്റ്ററുടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അത് പിന്നാലെ വരാം. യുദ്ധം ഇത്രയും കൊടുമ്പിരിക്കൊണ്ടിട്ടും ആദ്യമായി യുക്രൈനിൽ ഒരു സ്ത്രീക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് ഈ സിസ്റ്റർ ലിജിക്കാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി 2 മണിയായപ്പോഴേക്കും അവിടെ സിസ്റ്റർ ലിജിയുടെ ആശ്രമത്തിൽ ചെല്ലുന്നു. അന്നവിടെ താമസിക്കുന്നു. പിറ്റേന്ന് മുതൽ അവിടെ കണ്ട കാഴ്ചകളാണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഏറ്റവും കൂടുതൽ സാഹസികനാക്കി യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വരെ പോകാൻ എനിക്ക് പല സ്ഥലങ്ങളിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടെങ്കിലും യുദ്ധത്തിൻ്റെ മുൻനിരയിൽ വരെ പോകാൻ സാധിച്ചു. ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അങ്ങനെ മുക്കാച്ചുവയിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ മുക്കാച്ചുവ സിറ്റിയിൽ, ഒരു വലിയ സിറ്റിയൊന്നുമല്ല എങ്കിലും അവിടെയൊന്ന് പോകാം എന്ന് പറഞ്ഞിറങ്ങി. മുക്കാച്ചുവ സിറ്റിയിൽ ചെന്നപ്പോൾ എപ്പോഴാണോ ബോർഡർ കടന്ന് ഞാൻ കയറിയത് അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. ഈ ആപ്പിലൂടെ റഷ്യൻ ഭാഗത്തു നിന്ന് എപ്പോഴൊക്കെയാണോ യുക്രൈനിലേക്ക് മിസൈൽ തൊടുത്തു വിടുന്നത് അല്ലെങ്കിൽ ഡ്രോൺ അയക്കുന്നത് എന്നുള്ള മെസ്സേജുകളൊക്കെ വരും, അലാം വരും. ഈ അലാം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ബങ്കറിലേക്ക് ഒളിക്കണം. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ചട്ടം. ഏത് ദിശയിലേക്കാണ് വരുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായി അത് പറഞ്ഞു തരും. അങ്ങനെ പിറ്റേ ദിവസം മുക്കാച്ചുവോ പട്ടണത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആ സിറ്റിയിൽ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. നിരത്തി വെച്ചിരിക്കുന്ന ഫോട്ടോകൾ എന്ന് പറഞ്ഞാൽ ഒരു 1000-ലധികം ഫോട്ടോകളുണ്ട് ഓരോ സ്ഥലങ്ങളിലും. ആ ഫോട്ടോകളിലുള്ളത് ആ സിറ്റിയിൽ നിന്ന് പോയ പട്ടാളക്കാർ, അവിടെ മരിച്ച ആളുകളാണ്. അവർ കൊല്ലപ്പെട്ടതാണ്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. എല്ലാ ആളുകളും 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ചെറുപ്പക്കാരാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളുകളുമൊക്കെ ആ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ ഫോട്ടോയാണ് നമ്മളിത് കാണുന്നത്. കാരണം ഇത്രയധികം ഹൃദയഭേദകമായ ഒരു കാഴ്ച ഇത് മുക്കാച്ചുവോ പട്ടണത്തിൽ കണ്ട കാഴ്ചയാണ്. മുക്കാച്ചുവോയിലൊന്നും മിസൈലുകൾ വീണിട്ടില്ല. കാരണം അത് ഇങ്ങ് ബോർഡറിലായതുകൊണ്ട്, ഹംഗറിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ടും ഒരുപാട് ദൂരമുണ്ടായതുകൊണ്ടുമാണ് അവിടെ മിസൈലുകൾ വീഴാതിരുന്നത്. റഷ്യ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത് കീവ് എന്ന് പറയുന്ന
യുക്രൈൻ്റെ തലസ്ഥാനത്തെയും അതേപോലെ ഖാർക്കീവ് എന്ന് പറയുന്ന ബോർഡറിലുള്ള സ്ഥലം, ഒഡേസ, അങ്ങനെ തുടങ്ങി നിരവധി സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം യുദ്ധമുഖത്ത് പോയ അനുഭവങ്ങൾ പിന്നാലെ എപ്പിസോഡുകളായി ഞാൻ കൊണ്ടുവരുന്നതാണ്.